ജോൾസിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ എന്ത് പറഞ്ഞു? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. കുറച്ചല്ല, നല്ലവണ്ണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ കല്യാണം നടന്നു കിട്ടിയ ഭാഗ്യൊന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? ആ, അപ്പൊ ജാതകങ്ങൾ തമ്മിൽ ചേർന്നില്ലേ? അതൊക്കെ ചേർന്നു. 9 പൊരുത്തങ്ങളും ഉണ്ട്. അപ്പോ ഒരു പൊരുത്തമില്ല. ഇനി എന്തെയും ചേച്ചിമേ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന്. കേട്ടില്ല. ഇനി അനുഭവിക്കട്ടെ. അങ്ങനെ തീർത്ത് പറയല്ലേ പ്രേമേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഇത് എന്റെ അനിയന്റെ പ്രാണം വെച്ചുള്ള കളിയാ. മറ്റാർക്കും വിഷമമില്ലെങ്കിൽ എനിക്ക് വിഷമം കാണും. സുധിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാലോ. ആ ഗതികേട് ഒരിക്കലും സിദ്ധുവിന് സംഭവിക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞു ജോൾസേൻ? സുധിക്ക് സംഭവിച്ചത് ഇനി കെട്ടാൻ പോകുന്ന സിദ്ധുവിന് സംഭവിക്കുമെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു? അങ്ങേര് പറഞ്ഞതിന്റെ പൊരുൾ അത് തന്നെയാ. നിങ്ങൾക്കത് മനസ്സിലാവത്തിന് ഞാൻ എന്തോ വേണം? പരിഹാരം അങ്ങനെ വല്ലതും? ദാ വലിയൊരു ചീട്ട് എഴുതി തന്നിട്ടുണ്ട്. അത് ചെയ്ത പോരെ? ചില ദോഷങ്ങളെ എത്ര പരിഹാരം ചെയ്താലും മാറത്തില്ല ചന്ദ്രമോളെ. സിദ്ധുവിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഉണ്ടായാലും ദേവിക ചേച്ചി ആയതുകൊണ്ട് സിദ്ധുടൻ കണ്ണടയ്ക്കും. സൂക്ഷിക്കണമെന്നേ ഞാൻ പറയൂ. എന്തെങ്കിലും വന്നിട്ട് കിടന്ന് ഓടുന്നതിനേക്കാളും നല്ലത് ഒന്നും വരാതെ നോക്കുന്നതാ. എനിക്ക് പണ്ടും ഈ ബന്ധം ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല, നാളെയും ഇഷ്ടമായിരിക്കത്തുമില്ല. ഇനി എന്താന്ന് വെച്ച് ഇവരെല്ലാം കൂടെ തീരുമാനിക്കട്ടെ. പല തവണ ഞാൻ പറഞ്ഞു, അനുസരിച്ചാ ഇവർക്ക് കൊള്ളാം. അല്ലെങ്കിലേ സംഭവിക്കേണ്ടത് സംഭവിക്കും. സിദ്ധുവിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും കൂടെ. വാസത്തു വരൂ. ഒരുമിച്ച് കറക്കമൊക്കെ തുടങ്ങിയോ? ഞങ്ങളൊരു ഷോപ്പ് നോക്കാൻ വേണ്ടി പോയതാമേ. ഡ്രസ്സൊക്കെ സ്റ്റോക്ക് ചെയ്യണ്ടേ? ഒരെണ്ണം ഞങ്ങൾ കണ്ടു. ഇനി വാടകയുടെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണം. ഇല്ല, പോയിട്ട് അത്യാവശ്യമുണ്ട്. അല്ല, അച്ഛൻ വിളിച്ചായിരുന്നോ? വിളിക്കാന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ വിളിച്ചില്ല. എന്നാ ഞാനിപ്പോ വിളിച്ചു തരാം. ഓ, അതൊന്നും വേണ്ട മോനെ. വേണം, അച്ഛൻ തന്നെ അത് പറയേണ്ടത്. ഓ, എന്താ മോനെ? അച്ഛാ, ജോൾസിനെ കണ്ട ഡേറ്റ് കുറിച്ച വിവരം സുധിയേട്ടന്റെ അച്ഛനെ അറിയിച്ചില്ലായിരുന്നോ? ഇല്ല. എന്തേ? ഞാനിപ്പോ ഇവിടെ വീട്ടിലുണ്ട്, ഫോൺ കൊടുക്കാം. അച്ഛൻ തന്നെ പറഞ്ഞോ. ശരി. അച്ഛാ. ഹലോ സാറേ. ഫോണിൽ പറയണോ നേരിട്ട് വന്ന് പറയണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി, അതാ പറയാൻ വൈകിയത്. ഈ വരുന്ന മാസം 7-ാം തീയതി. അത് മതിയെന്നാ ജോത്സ്യൻ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമുട്ടാവോ ഇത്ര അടുത്തായാൽ? ഏയ്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം. കല്യാണം കുറച്ച് നന്നായിട്ട് വേണമെന്നാ ഇവിടെ വീട്ടുകാർക്ക്. എന്നാൽ വലിയ ആഡംബരവും വേണ്ട. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നന്നായിട്ട് തന്നെ ഞങ്ങൾ ഈ കല്യാണം നടത്തും. ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. മതി, അത് മതി. എന്നാ പിന്നെ വയ്ക്കട്ടെ? ശരി സാറേ. ശരി. അടുത്ത മാസം 7-ന്. 7 എന്നൊക്കെ പറയുമ്പോ ഇനി അടുത്തില്ലേ?
ഓടിയെത്താൻ പറ്റുമോ മനോഹര? ഞാൻ ഒളിമ്പിക്സിലല്ലായിരുന്നു അമ്മേ. ഓടിയെത്തും, എത്തിക്കും. നമ്മൾ തീയതി നോക്കണ്ടേ? എന്തിന്? അവര് നോക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. അമ്മ മുഖത്തോട്ട് നോക്കിക്കേ. അടുത്ത മാസം 7-ന്. അതിലൊരു മാറ്റവും ഇല്ല. മോളെ, സിദ്ധുവിന് ചായ കൊടുക്ക്. സിദ്ധു ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഞാൻ അപ്പോഴേക്കും ശരത്തിനൊന്ന് കണ്ടേക്കാം. അകത്തോണ്ട് മോനെ, ചെന്ന് കണ്ടു. ഓ, ഇപ്പൊ എന്തായിടി, അവളുടെ കല്യാണം ആയല്ലോ. തീയതിയല്ലേ കുറിച്ചിട്ടുള്ളൂ. നടക്കോ ഇല്ലയെന്ന് നോക്കാം. വീടിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ലേ? തോന്നിയിട്ടെന്ത് കാര്യം? ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. കർമ്മദോഷം അല്ലേ? ആ, അങ്ങനെയും പറയാം. ഇന്ന് എനിക്ക് വന്നു, നാളെ മറ്റാർക്കെങ്കിലും വരാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നൊക്കെ പറയാൻ കൊള്ളാം. എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരും. ആ, ഞാൻ വന്നതേ ഇതൊന്നും സംസാരിക്കാനല്ല. തീയതി തീരുമാനിച്ചു. അടുത്ത മാസം 7-ന്. ഓ, വളരെ അടുത്താണല്ലോ. എല്ലാ ഒരുക്കങ്ങളും അതിനു മുമ്പ് തീർക്കാൻ പറ്റുമോ? ഇപ്പൊ എല്ലാം കോൺട്രാക്ട് കൊടുക്കുകയല്ലേ ചെയ്യാ. കാശുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ടും കല്യാണം നടത്താം. ആ, അതും ശരിയാ. അപ്പോ കല്യാണം നടക്കുന്നു തന്നെയാ വക്കീല് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? അതെ. ഇനിയിപ്പോ എന്താ തടസ്സമുള്ളത്? ദേവികയുടെ സമ്മതം മാത്രമല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ സമ്മതം മാത്രം മതിയോ? എന്റെ സമ്മതം വേണ്ടേ? അതിനിപ്പോ നീ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. അവള് കാരണമാ എന്റെ ചേട്ടൻ ഇല്ലാതായത്. ഞാൻ പ്രതികരിക്കാതിരിക്കോ? പ്രതികരിക്കും, നല്ലോണം പ്രതികരിക്കും. അത് താങ്ങാനുള്ള ശേഷിയുണ്ടോ? ആദ്യം ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്യ. എന്നിട്ടല്ലേ താങ്ങാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റൂ. നീയല്ല, ആരൊക്കെ എതിർത്താലും നിശ്ചയിച്ച തീയതിയിൽ തന്നെ കല്യാണം നടക്കും.